ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കുക? മിക്കവാറും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അല്ലേ? പക്ഷേ ഈ സ്റ്റോക്ക് പ്രൈസ് മാത്രം നോക്കിയാൽ മതിയോ? പോരാ. അതിനപ്പുറം ഒരു കമ്പനിയുടെ ശരിക്കുള്ള ഹെൽത്ത്, അതായത് അതിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ്. അപ്പോൾ ഈ ഹെൽത്ത് ചെക്കപ്പിന് 5 സ്റ്റെപ്പുകളുണ്ട്. ആദ്യം നമ്മളൊരു ഡോക്ടറെ പോലെ കമ്പനിയുടെ വൈറ്റൽ സൈൻസ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. പിന്നെ അതിൻ്റെ കയ്യിലുള്ള അസറ്റ്സ്, അതായത് ആസ്തികളൊക്കെ എത്ര നന്നായി ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കും. ഡെയിലി ഓപ്പറേഷൻസ് എങ്ങനെയുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാശ് എത്ര പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പരിശോധിക്കും. അവസാനം ഈ കിട്ടിയ വിവരങ്ങളെല്ലാം ഒരുമിച്ച് വെച്ച് ഒരു ഫുൾ റിപ്പോർട്ട് എങ്ങനെ വായിച്ചെടുക്കാമെന്ന് നമ്മൾ പഠിക്കും. ഓക്കേ, അപ്പം നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ ഒരുമിച്ചൊരു തരം ഫിനാൻഷ്യൽ ഡോക്ടർമാരാകാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, ഈ ചെക്കപ്പിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ്, നമ്മുടെ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി എത്രത്തോളം ഹെൽത്തിയാണ്? കാരണം നമ്മളിവിടെ വെറുതെ കുറച്ച് നമ്പറുകൾ നോക്കി പോവുകയല്ല, നമ്മൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ശരിക്കുള്ള ആരോഗ്യം അളക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഉപകരണം, നമ്മുടെ ടൂൾ, ഇതാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോസ്. ഒരു ഡോക്ടർ നമ്മുടെ പൾസും BP ഒക്കെ നോക്കില്ലേ? അതുപോലെ ഈ റേഷ്യോസ് ഒരു ബിസിനസ്സിൻ്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞുതരും. ചുരുക്കി പറഞ്ഞാൽ ഇവയാണ് ബിസിനസ്സിൻ്റെ വൈറ്റൽ സൈൻസ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ കമ്പനിയുടെ കരുത്താണ് പരിശോധിക്കാൻ പോകുന്നത്. അതായത് ആ കമ്പനിയുടെ കയ്യിലുള്ള ആസറ്റ്സ്, ഉദാഹരണത്തിന് കെട്ടിടങ്ങൾ, മെഷീനുകൾ, ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് വളരെ സിമ്പിളായ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒരു കമ്പനിക്ക് വലിയ ഫാക്ടറികളും വില കൂടിയ മെഷീനറികളുമൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്, ഇതൊക്കെ വെച്ച് അവർ ശരിക്കും എത്ര സെയിൽസ് ഉണ്ടാക്കുന്നുണ്ട്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തരുന്ന ഒരു മെഷർമെന്റാണ് ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ. അതായത് കമ്പനി അതിന്റെ വില കൂടിയ അസറ്റ്സിൽ മുടക്കിയ പൈസ സെയിൽസിലൂടെ എത്ര വേഗത്തിൽ തിരികെ കൊണ്ടുവരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഇതിനു വേണ്ടിയിട്ട് കമ്പനിയുടെ മൊത്തം സെയിൽസിനെ അതിന്റെ മെയിൻ അസറ്റ്സുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യും. ഇവിടെ ഓർത്തുവെക്കാനൊരു സിമ്പിൾ റൂളുണ്ട്. ഈ റേഷ്യോ എത്ര കൂടുന്നോ അത്രയും നല്ലത്. അതിന്റെ അർത്ഥം കമ്പനി അവരുടെ കയ്യിലുള്ള ആസറ്റ്സ് വളരെ എഫിഷ്യൻ്റായി ഉപയോഗിക്കുന്നുവെന്നാണ്. നേരെ മറിച്ച് ഈ റേഷ്യോ കുറവാണെങ്കിലോ, അതിനർത്ഥം ആ വിലക്കൂടിയ മെഷീനുകളൊന്നും അവർ ശരിക്കും ഉപയോഗിക്കുന്നില്ല എന്നായിരിക്കാം. അപ്പോൾ കെട്ടിടങ്ങളുടെയും മെഷീനുകളുടെയും കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ഇല്ല, പോരാ. ഒരു കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ്, സ്റ്റോക്ക്, ബാക്കിയുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാ അസറ്റ്സും കൂടി അവരെങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടി അറിയണ്ടേ? അതിനുള്ള ഉത്തരമാണ് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇതിന്റെ ഫോർമുലയും ഏകദേശം നേരത്തേതുപോലെ തന്നെയാണ്. പക്ഷേ ഒരൊറ്റ വ്യത്യാസം, ഇവിടെ നമ്മൾ ഫിക്സഡ് അസറ്റ്സിന് പകരം കമ്പനിയുടെ മൊത്തം, അതായത് ടോട്ടൽ അസറ്റ്സ് ആണ് കണക്കിലെടുക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ 5 ആണെന്ന് വയ്ക്കുക. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കമ്പനി അതിന്റെ കയ്യിലുള്ള ഓരോ രൂപയുടെ അസറ്റ് വെച്ചും 5 രൂപയുടെ സെയിൽസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാ. ഇത് ശരിക്കും ഒരു അടിപൊളി പെർഫോമൻസാണ്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ നോക്കുന്നത് കമ്പനിയുടെ കെട്ടിടങ്ങൾ, മെഷീനുകൾ, അങ്ങനെയുള്ള വലിയ അസറ്റ്സിന്റെ കാര്യക്ഷമതയാണ്. എന്നാൽ ടോട്ടൽ അസറ്റ് ടേൺ ഓവറോ, അത് കമ്പനിയുടെ കയ്യിലുള്ള എല്ലാത്തിൻ്റെയും പെർഫോമൻസ് ഒരുമിച്ച് വിലയിരുത്തും. അടുത്തത് നമുക്ക് കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിലേക്കൊന്ന് നോക്കാം. അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ ദിവസേനയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ എത്രത്തോളം എനർജി ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ബിസിനസ് എന്നും ഓടണമെങ്കിൽ കാശ് വേണം അല്ലേ? ശമ്പളം കൊടുക്കണം, റോ മെറ്റീരിയൽസ് വാങ്ങണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഡെയിലി ആവശ്യങ്ങൾക്കുള്ള പണം ഉപയോഗിച്ച് കമ്പനി എത്ര സ്മാർട്ടായി സെയിൽസ് ഉണ്ടാക്കുന്നുണ്ട്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയിൽ നിന്നാണ്. ഇവിടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന പണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ റേഷ്യോ 10 ആണെന്ന് വെച്ചോളൂ. അതിൻ്റെ അർത്ഥം കമ്പനി വർക്കിംഗ് ക്യാപിറ്റലിൽ ഉപയോഗിക്കുന്ന ഓരോ രൂപ വെച്ചും 10 രൂപയുടെ സെയിൽസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. മറ്റേ റേഷ്യോസ് പോലെ തന്നെ ഇവിടെയും നമ്പർ എത്ര കൂടുന്നോ അത്രയും നല്ലതാണ്. നമ്പർ കുറവാണെങ്കിൽ അതിനർത്ഥം കമ്പനി കയ്യിലുള്ള കാശ് ഡെയിലി കാര്യങ്ങൾക്കായിട്ട് അത്ര എഫിഷ്യൻ്റായി ഉപയോഗിക്കുന്നില്ല എന്നാണ്. ഓക്കെ, ഇനി നമ്മുടെ 4ാമത്തെ ചെക്കപ്പ്. ഒരു കമ്പനി സാധനങ്ങൾ വിറ്റാൽ മാത്രം മതിയോ? ഒരിക്കലുമില്ല. ആ വിറ്റ സാധനങ്ങളുടെ പണം എത്ര പെട്ടെന്ന് കയ്യിൽ തിരികെ കിട്ടുന്നു എന്നതും ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിതിനെ കമ്പനിയുടെ റിഫ്ലക്സസ് എന്ന് വിളിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, പല കമ്പനികളും സാധനങ്ങൾ കടമായിട്ടാണ് വിൽക്കുന്നത്.
അപ്പോൾ ആ കസ്റ്റമേഴ്സ് പൈസ തിരിച്ചു തരാൻ എത്ര സമയമെടുക്കുന്നുണ്ട്, അവർ വേഗത്തിൽ പണം തരുന്നുണ്ടോ? ഇതിനുള്ള ഉത്തരം തരുന്നത് അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ എന്ന റേഷ്യോ ആണ്. ഈ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് കേട്ട് പേടിക്കേണ്ട. സിമ്പിളായി പറഞ്ഞാൽ കസ്റ്റമേഴ്സ് കമ്പനിക്ക് തരാനുള്ള പൈസ. അത്രയുള്ളൂ. ഈ റേഷ്യോയുടെ ഉത്തരം 200 ആണെന്ന് കരുതുക. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കമ്പനി അതിന്റെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു വർഷം 200 തവണ കടം തിരിച്ചു പിടിക്കുന്നുണ്ടെന്നാ. ഇത് സൂപ്പർ എഫിഷ്യന്റ് കളക്ഷന്റെ ലക്ഷണമാണ്. ഈ നമ്പർ കുറവാണെങ്കിലോ? അതിനർത്ഥം പൈസ തിരിച്ചു കിട്ടാൻ ഒരുപാട് വൈകുന്നുണ്ട് എന്നാണ്. അത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോയെ ശരിക്കും ബാധിക്കും. അപ്പോൾ നമ്മൾ 4 പ്രധാനപ്പെട്ട വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇവ ഓരോന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കുന്നതിനേക്കാൾ പ്രധാനം ഇതെല്ലാം ഒരുമിച്ച് വെച്ച് ഒരു കംപ്ലീറ്റ് പിക്ചർ ഉണ്ടാക്കുന്നതാണ്. അപ്പോ നമുക്ക് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ച 4 റേഷ്യോകളും 4 സിമ്പിൾ ചോദ്യങ്ങൾക്കാണ് ഉത്തരം തരുന്നത്. ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ, അതായത് വലിയ അസറ്റ്സ് എത്ര നന്നായി ഉപയോഗിക്കുന്നു. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ, എല്ലാ അസറ്റ്സും എത്ര നന്നായി ഉപയോഗിക്കുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ, ഡെയിലി ക്യാഷ് ഉപയോഗം എത്ര എഫിഷ്യൻ്റാണ്. പിന്നെ റിസീവബിൾ ടേൺ ഓവർ, കസ്റ്റമേഴ്സ് എത്ര വേഗത്തിൽ പൈസ തരുന്നുണ്ട്. ഇതിനെ നിങ്ങളുടെ സ്വന്തം ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്ക് ലിസ്റ്റായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഈ അറിവ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി വെറുതെ സ്റ്റോക്ക് പ്രൈസ് മാത്രം നോക്കി നിൽക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ റിയൽ ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള ടൂൾസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലായി. അപ്പോൾ പറയൂ, ഏത് കമ്പനിയുടെ ഹെൽത്താണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്?